തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് കെ ബാബു വോട്ട് ചോദിച്ചുവെന്ന ആരോപണം സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ്. സത്യം കോടതി കണ്ടെത്തിയെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. കാരണം ഞങ്ങളെ കഴിഞ്ഞ 3 കൊല്ലമായി ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തിയും കൃത്രിമമായിട്ട് കേസുണ്ടാക്കിയും വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയെന്നുള്ള ആശ്വാസവും സന്തോഷവും എനിക്കും സഹപ്രവർത്തകർക്കും എല്ലാം ഉണ്ട്. എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത്. ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ്. ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ്. പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകും. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഉച്ചസ്ഥായിയിലാണ് ഈ വിധിയും പുറത്തു വരുന്നത്. ഈ വിധി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. റിനു, വിചിത്രമായൊരു വിധിയാണ് എന്നാണ് എം സ്വരാജിന്റെ പ്രതികരണം. പക്ഷേ വിധിയിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ബാബു നേരത്തെ മീഡിയ വണ്ണിനോട് തന്നെ പറഞ്ഞത്. നമുക്കറിയാം, മറ്റൊരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെയൊരു വിധി വന്നിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എന്തൊക്കെ നിരീക്ഷണങ്ങളിലേക്കാണ് കോടതി എത്തിച്ചേർന്നത്? അമൃത, വിധി വിചിത്രമാണോ അല്ലയോ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFനും എം സ്വരാജിനും ഏറ്റ കനത്ത തിരിച്ചടി, ഒപ്പം കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആവേശമുണർത്തുന്ന ഒരു ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിലെ വിജയിയായിട്ടുള്ള കെ ബാബുവിന്റെ വിജയം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അതായത് സാക്ഷിമൊഴികൾ പോലും ബലപ്പെടുന്നതല്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. 2021 എം സ്വരാജ് കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് അയ്യപ്പന്റെ ചിത്രങ്ങൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് തേടി എന്നുള്ളതാണ് പ്രധാനമായും ആരോപിച്ചത്. എം സ്വരാജും കെ ബാബുവും ഉൾപ്പെടെ 15 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. വാദിഭാഗം ഹാജരാക്കിയ 5 സാക്ഷികളുണ്ട്. അതായത് കെ ബാബുവിന് എതിരായി സാക്ഷി മൊഴി നൽകേണ്ടവർ. പക്ഷേ ഇവർ നൽകിയ മൊഴികളൊന്നും തന്നെ ബലപ്പെടുന്നതല്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഒരു സാക്ഷിയോട്, അതായത് ഈ 5 സാക്ഷികളിൽ ഒരു സാക്ഷിയോട് തൃപ്പൂണിത്തുറയിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ പേര് പോലും ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം അയ്യപ്പ വിശ്വാസിയാണ് എന്ന തരത്തിലാണ് വാദിഭാഗം ആ സാക്ഷിയെ അവതരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ക്ഷേത്രത്തിന്റെ പേര് പോലും പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലിലേക്ക് കോടതി പോയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വിധി കെ ബാബുവിന് അനുകൂലമായി കോടതി പറയുന്നത്. എന്തായാലും ഈ വിധിയിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ് കെ ബാബു പങ്കുവയ്ക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കും എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും എം സ്വരാജ് ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കും എന്നൊക്കെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചെങ്കിലും പിന്നീട് അത് അല്പം മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പാർട്ടിയോട് ആലോചിച്ച് കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിചിത്രമായിട്ടുള്ള ഒരു വിധി എന്നുള്ളതാണ് എം സ്വരാജ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. മറ്റൊരു കാര്യം എം സ്വരാജ് പറഞ്ഞത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്നാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള കാര്യത്തിൽ എം സ്വരാജ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അദ്ദേഹത്തിന്റെ നിലപാട്? അമൃത, ആദ്യഘട്ടത്തിൽ മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് പ്രതികരണം ആരായുമ്പോൾ കൃത്യമായി ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് അദ്ദേഹം എറണാകുളത്ത് വെച്ച മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുന്നത്. പക്ഷേ ആ പ്രതികരണത്തിലൊന്നും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നുണ്ടായിരുന്നില്ല. പാർട്ടിയുമായി ആലോചിക്കും, ഉന്നതരുമായി ആലോചിച്ചതിനു ശേഷം, പാർട്ടിയിലെ
മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ എന്തായാലും സമീപിക്കാൻ വേണ്ടി ഈ കേസിൽ കഴിയില്ല എന്നുള്ളതാണ്. അത്തരം ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ കേസ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി എം സ്വരാജിന് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് പോംവഴി. ആദ്യഘട്ടത്തിൽ ഈ കേസ് തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഈ കേസുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതി എടുത്തത്. അതിനെ സാധൂകരിക്കുന്ന സാധ്യതകളാണ് സുപ്രീം കോടതി പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ എം സ്വരാജ് ഈ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു സാധ്യതകളിലേക്ക് പോകുമ്പോഴും ഈ സാക്ഷിമൊഴികളും അല്ലെങ്കിൽ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകളിലൂടെയാണ് മുന്നോട്ട് പോയത്. അതെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ വിലയിരുത്തപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ വിധി, സുപ്രീം കോടതിയുടെ വിധിയും ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു നീക്കം സ്വരാജ് നടത്തുക. സാധാരണഗതിയിൽ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അമൃത.